അവൻ്റെ കളി. അതുകൊണ്ട് വണ്ടിക്കകത്തൊക്കെ ആൾക്കാർ വരിയായിട്ട് വന്ന് ഇറങ്ങുന്നു. ഓൻ്റെ സൈസ് നോക്കിയേ, ഹൾക്കിൻ്റെ കുഞ്ഞാടാ ഇവൻ. ബിഗ് ബോസ് 10-15 പേരൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ആർക്കാണ് അവിടെ പ്രശ്നം? വാടാ പുറത്തോടാ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്പൈഡർമാൻ 2. നമ്മൾ ലാസ്റ്റ് സാൻഡ്മാനായിട്ടുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞ് അവിടെയാണ് നിർത്തിയത്. ഇപ്പോൾ അത് നോക്കി ഇവിടെ മൊത്തം മണ്ണ് കണ്ട. സാൻഡ്മാനായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അതൊക്കെ. അപ്പോഴേ എനിക്ക് ഗെയിം ഒരുപാട് ഇഷ്ടമായി. ഞാൻ മാക്സിമം ഈ ഗെയിമിലോട്ട് ഫോക്കസ് ചെയ്യാമെന്ന് വെച്ചിരിക്കുക. കാരണം ഐ കൈൻഡ് ലൈക്ക് ഇറ്റ്. നോക്കിയാൽ നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഇല്ലേ. എനിക്ക് വേറെ ഏതെങ്കിലും ഗെയിമോ കാര്യങ്ങളൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം സമയങ്ങളതെ വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് ഗോ. ഞാനിവിടെ ആൾക്കാരെ രക്ഷിക്കുന്ന തിരക്കിലാണ്. ഓഫ്ലൈൻ എന്താ എപ്പാണ് ബസ്റ്റ് ആയത്? മോറൽസ് ആണ്. പീറ്റർ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ക്യാമറ ഒക്കെ പോണ പോക്ക് നോക്കി, മ്യൂസിക് കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് പീറ്ററിനെ കാണിക്കാനുള്ള പോക്കാണെന്ന് തന്നെ. പീറ്ററിൻ്റെ എൻട്രി നൈസ്. എൻ്റെ മോനെ, ആൾക്കാർ രക്ഷിക്കുന്ന സീനാക്കണ്ട. മേത്ത് കൈ വെക്കാതെ പൊടറക്കാം. നിനക്കെന്നെ അറിഞ്ഞൂടാ. സ്പൈഡർമാൻ്റെ മേത്ത് കൈ വെച്ച് കളിക്കുന്നത് അവനെ അല്ല. പിന്നെ പോട്ടെന്ന് വെച്ചപ്പോൾ തലയിൽ കയറുക. ആപ്പ് എങ്ങാണ്ട് ബസ്റ്റായി. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, സി ടു സിപ്പ് പോയിന്റ്. ഓക്കെ, സി ഞെക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റിലോട്ട് സിപ്പ്. ഓക്കെ, സ്പേസ് ബാർ വയ്ക്കുക. ഓക്കെ, സി ഞെക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റിലോട്ട് പോകും. സ്പേസ് ആക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ പോയി ലാൻഡ് ആവും. ഓക്കെ, നൈസ്, ഐ അണ്ടർസ്റ്റാൻഡ്. എന്തോ ആപ്പ് ബസ്റ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നേ ഇവിടെ ഉള്ളവരെ നമ്മളൊന്ന് സഹായിക്കണം. ഇവിടെ എന്തോ പ്രശ്നം. വെള്ളം അടിച്ച് മൊത്തം. ഇവിടെ എന്ത് പ്രശ്നമാണ് ഞാൻ ശരിയാക്കേണ്ടത്? കമാൺ. മണലിൽ കുടുങ്ങിപ്പോടവനൊക്കെ. പേടിക്കണ്ട, ഞാൻ വന്നില്ലേ. ഓക്കെ, ശരിയാക്കി തരാം. എങ്ങനെയുണ്ട് മോനെ? തൊണ്ടയിൽ മണലേറിയൊന്നും കുഴപ്പമില്ല. മിണ്ടാണ്ട് പൊക്കോ. ഞാനത്ര നല്ല മൂടിലല്ല. ഓക്കെ, അവിടെ അടുത്ത ആൾക്കാർ സഹായം ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മൾ തന്നെ വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ആംബുലൻസ് ആണ്. ഓക്കെ, ആംബുലൻസ് കുടിയും കിടക്കുക. ഞാനിപ്പോൾ എന്താ കാട്ടണ്ടേ ഇനി? ഓക്കെ, ഓക്കെ, ട്രക്കൊക്കെ പിടിച്ച് ബാക്കിലോട്ട് പിടിച്ചോ. അത്രേ ഉള്ളൂ. വഴി ബ്ലോക്കായി കിടക്കായിരുന്നു. അത് പിടിച്ച് വലിച്ചപ്പോൾ വഴി ഫ്രീ ആയി. അത് ആംബുലൻസ് പോകുന്നുണ്ട്. ഓക്കെ, നൈസ്. ഇവിടെയുള്ള എല്ലാ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആണല്ലോ. അന്നേരം നമ്മളിവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തോണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. ഇനിയിപ്പോൾ എന്താ ഇവിടെ ചെയ്യണ്ട? പുതിയ ലൊക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകണം. എന്തോ ബസ്റ്റ് എന്തോ സിഗ്നൽ പിടിക്കാനുള്ള പരിപാടിക്ക് പോകാൻ പോകുന്നത്. ഇപ്പം പോട്ടെ. പ്രാവെന്ന് അങ്ങനെ സമാനത്തിരിക്കണ്ട. ഞാനുള്ളപ്പോൾ ഞാൻ സമ്മതിക്കത്തില്ല. ഈ ഗെയിമിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മിഷനൊന്നും ഇല്ലെങ്കിൽ പോലും ഞാനിത് കളിക്കുന്നതിൽ ഭയങ്കര ഹാപ്പി. അത് നോക്കി വേറെ ഒന്നുമില്ല. ആ സ്വിങ്ങിൻ്റെ ഒക്കെ സ്റ്റൈലുണ്ടാ മോനെ. ക്ലാസ് സാധനം. വാ, നമുക്ക് പോകേണ്ട സ്ഥലം ഒരുപാട് ദൂരമൊന്നുമില്ല. ഇതിൻ്റെ മണ്ടയിൽ തന്നെയാണ്. അപ്പോഴേക്കും എത്തിയോ? ബ്യൂട്ടി ആസ്വദിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചാടിക്കോ. അതാ ചാടിപ്പോന്നു. നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കൂല. ഇവിടെ ചാടി അവിടെ ചാടി ഇവിടെ. കോമഡി. ഓക്കെ, എന്തൊക്കെയാണത്? ന്യൂക്ലിയർ വെപ്പൺ ഇടാൻ പോവാണോ? ഓക്കെ, മറ്റേ തടിയൻ നമുക്കൊന്ന് ബ്ലൂ പ്രിന്റ് അയച്ചു തന്നിട്ട് അത് വെച്ച് 3D പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പൊന്നോ, 3D പ്രിന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ടെക്നോളജി പിള്ളേരൊക്കെ തീ. ഓക്കെ, എന്താ ഷൈട്ടോ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇത് ആപ്പ് ബസ്റ്റ് അല്ല. ആപ്പിന് പകരം ഇവർ വേറെന്തോ സംഭവം ഉണ്ടാക്കുകയാണ്. നൈസ് അല്ലേ? നല്ല ഡ്രോണിനൊക്കെ ഒരു അടിപൊളി സാധനം. ഇത് വെച്ചിട്ട് അവർക്ക് എന്തോ സിഗ്നൽ പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ സിറ്റിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആപ്പ് വർക്കാവുന്നത് വരെ അവർക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്താ അത്? ഓക്കെ, ഈ ഡ്രോൺ വെച്ചിട്ട് ആ മാർക്കിനെ ഫോളോ ചെയ്ത് പോകണമെന്നല്ലേ ലോഞ്ച്? ഓക്കെ, നൈസ്. ഇതിപ്പോൾ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്ന? 1 2 മിസ്. എല്ലാം മിസ് ചെയ്യാണല്ലോ. ഒന്നുകൂടി. പോട്ടെ. അവസാനത്തെ പറഞ്ഞ കറക്റ്റ് കയറി, ബാക്കിയല്ല മിസ്സായിപ്പോയി. എന്താ സംഭവം എന്ന് അറിയണ്ടോ? സമയം തന്നാലും അതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വർക്കായെന്ന് തോന്നുന്നു. എന്തായാലും ഫെയിലായില്ല. ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഫെയിലാവുമോ? അപ്പോൾ നമ്മൾ സമ്മതിക്കുമോ? ഓക്കെ, വേറെന്തോ പ്രശ്നം ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. നൈസ്, വർക്കായി. ഇനി പോയിട്ട് ആ പ്രശ്നം തടുക്കണം. കുറേ നേരം ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ വില്ലന്മാരുണ്ട്.
അവിടെ പോയി ആക്ഷൻ എടുക്കാൻ പോകണം. ഓക്കെ, ലെവൽ 2. ഓ, ലെവലപ്പൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഫൈനലി ഞാൻ ലെവൽ 2 ആയിട്ടുണ്ട്. തീ അത് ആക്ഷൻ തുടങ്ങി. ബി റെഡി. കുറേ നേരം ഒരു ആക്ഷൻ കഴിഞ്ഞിട്ട് ഈ സീരീസിൽ നമ്മൾ ആദ്യത്തെ ആക്ഷനാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ സാൻഡ്മാനിൽ അടി കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ല കള്ളന്മാരെ ലുക്ക് തന്നെ, തൊപ്പിയും മുഖമൊക്കെ മറിച്ച്. സംഭവം തോക്കിന്റെ കട എങ്ങാണ്ടാണ്. അവിടെ കയറി പ്രശ്നം നടന്ന സമയത്ത് അവര് വെപ്പൺസ് ഒക്കെ കൊള്ളയടിക്കുക. ഓക്കെ, ഹോൾഡ് എയർ ലോഞ്ച്. വെറൈറ്റി അറ്റാക്കുകൾ. ഏത് ഗെയിമാണെങ്കിലും ആദ്യം കുറച്ച് അറ്റാക്ക് ആണ്. ഇതിനകത്ത് വെറൈറ്റി അറ്റാക്കുകളുണ്ട്. ഏത് സ്വിച്ച് നോക്കിയാലും സ്പൈഡർമാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ വലയിടുന്ന കുറച്ചും കൂടി വേണമായിരുന്നു. എവിടെ സ്പൈഡർ? നൈസറാ, ഒഴി മാറിക്കോ. അവിടെ ഒരുത്ത വെടി വെക്കുന്നുണ്ട്. അവനെ എങ്ങനെയാലും ആദ്യം തൂക്കാൻ പറ്റിയ തൂക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അല്ല തന്നെ ഒഴിഞ്ഞു പറഞ്ഞൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഇപ്പം കിട്ടും അവന്മാരെ. 1-2 പേരല്ല, 10-15 പേരുണ്ട്. ഇതൊന്നും ഞാൻ പിന്നെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കൊച്ചു പിള്ളേരല്ലേ ഇവന്മാരെയൊക്കെ നമുക്ക് ഇതാണ്ടാ അയ്യ ഇങ്ങനെ ഫണ്ണായിട്ട് അടിച്ച് തീർക്കാനേ ഉള്ളൂ. പാവം പിള്ളേരായിട്ട് ഇവനെ കൊല്ലാൻ നിൽക്കണ്ട. കൊടു തോക്കുകാരെ കുറെ നേരമായി. അടുത്ത അവനെ ഇടിക്കാം. വാടാ ഇവിടെ. ഷടാ വാ, മുറിക്കോ. അവരടുത്ത് പോകുമ്പോ കറക്റ്റ് അങ്ങോട്ട് മാർക്കാവുന്നില്ല. കുഴപ്പമില്ല, ഒഴിഞ്ഞു മാറി. ഇതുവരെ അടിയൊന്നും കിട്ടിയില്ല. ഇവിടെ പോയി വേനത്തിൻ്റെത്. ആ അടി വരുമ്പോ ഒരു രക്ഷയില്ല. ഇനി 5-6 പേരുണ്ടോ അവിടെ? കൊടു. അവൻ തീർന്നിട്ടുണ്ട്. ഇനി ഇവനെ കൊടുക്കാം. വാ, കുറെ നേരമായി അവനെ മാർക്ക് ചെയ്യാൻ നോക്കും. ഞെക്കിക്കോ. കൈവാ. അങ്ങനെയാടാ ബാക്കിയുള്ളവന്മാരും കൂടെ പൊങ്ങുന്നു അവനെ അടിക്കുമ്പോൾ. തീ ഈ മര്യാദയ്ക്ക് അവിടെ കിടന്നിരുന്ന ഇപ്പം ഇടി കൊള്ളുമായിരുന്നോ? ഇപ്പം എണീറ്റുണ്ടല്ലോ ഇടി കിട്ടിയത്. പിടിച്ചോ, അവനൊക്കെ ഞാൻ പുറത്ത് വരാം. ഈ പിള്ളേരായിട്ട് ഞാൻ വലുതായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അവനെയൊക്കെ പതുക്കെ അടിച്ച് കൊല്ലേണ്ട കേസേ ഉള്ളൂ. ഇവിടെ വാ, കൊടു. ഒരു ഗണ്ണുകാരനെ കൂടെ ഉണ്ട്. ഇന്നാ പിടിച്ചോ. കൊടു. ഇത്രേ ഉള്ളൂ. 10-15 പേരൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ആർക്കാണ് അവിടെ പ്രശ്നം? വാടാ, പുറത്തോടാ. അല്ല പിന്നെ പീറ്ററിന്റെ ഫൈറ്റ് കഴിഞ്ഞ് നമുക്ക് ഇതാ മൈൽസ് നിൽക്കുന്നതിൻ്റെ, മൈൽസ് മോറൽസ് ഉണ്ടല്ലോ, ബ്ലാക്ക് സ്പൈഡർമാൻ, അവൻ നിൽക്കുന്നതിൻ്റെ അവിടെ വേറൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രശ്നം അവിടെ ക്ലിയർ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇല്ല, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അറിയാലോ, പറയണ്ടല്ലോ, നമ്മളൊരു കില്ലാടിയാണ്. അതെന്താണ് സംഭവം? സ്പൈഡർമാൻ ഗൺ ക്ലബിലാണ്. 2 സ്പൈഡർമാൻ ഉണ്ടല്ലോ, അത് അവർക്ക് അറിയത്തില്ല തോന്നുന്നുണ്ട്. പോലീസിനെ വണ്ടിക്കന്ന് തോക്ക് മോഷ്ടിക്കാൻ പോയതാ സ്വാട്ടിന്റെ വെഹിക്കിളിൽ നിന്ന്. എന്നാ പിടിച്ചോ. അവനെ ഫിത്തിയിൽ കയറ്റി. 4 പേരേ ഉള്ളൂ. ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കൊടു. ഞാനിവിടെ ഉള്ളപ്പോൾ കള്ളന്മാരെ വളരെ സമ്മതിക്കില്ല. ഗോതം സിറ്റി ആണെങ്കിൽ ഞാൻ ബാറ്റ്മാനായിട്ട് വരും. ഈ സിറ്റി ആണെങ്കിൽ ഞാൻ സ്പൈഡർമാനായിട്ട് വരും. ഞാൻ വലയിട്ട് എടുക്കാൻ നോക്കുക പരമാവധി. വലയിടുമ്പോൾ അനങ്ങാതെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട്. എന്ന് പിടിച്ചോ. നിനക്ക് വേണം. വല ഇല്ലാണ്ടായി പോയി. തൽക്കാലം നിന്നെ അടി. വല പൊട്ടിച്ചാ എത്ര ഉണ്ടവൻ? കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സിമ്പിൾ ഹമ്പിൾ. നമ്മളതൊക്കെ എത്ര കണ്ടേക്കുന്നത്. അവനെ വലയിട്ട് ഫിത്തി കയറ്റി. ഈടാ കൊടു. വലയിടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമായി. പക്ഷെ ആകെ 10 വലയിടാൻ പറ്റും. അത് കുറച്ചുകൂടി ഇടാൻ പറ്റിയിരുന്നത് നൈസായിരുന്നു. വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇടിക്കുന്നതായിരിക്കും നല്ലത്. തമാശ കളിച്ച് എന്നാൽ ശരിയാകത്തില്ല. കൊടു. അപ്പോഴേക്കും വീട്ടിൽ നിന്നൊക്കെ കോള് വന്നാ. ഇത് മൾട്ടി ടാസ്കിങ് കണക്കാണ്. 3-4 പേരെയൊക്കെ ഒരുമിച്ച് അടിക്കുന്നത്. കൊടു. നെക്സ്റ്റ് എടുത്തടിക്കുന്ന പരിപാടി കൊള്ളാം. ആ സമയത്ത് അവന്മാരൊക്കെ കുനിഞ്ഞിരിക്കും. എന്നാ പിടിച്ചോ. ലാസ്റ്റ് മാൻ 2 3 കഴിഞ്ഞില്ലേ? ഒരാളും കൂടെ ഉണ്ട്. ബാ മര്യാദയ്ക്ക് മാസ്ക് ഒക്കെ ഊരിയിട്ട് വീട്ടിൽ ഓടിപ്പോയിരുന്നേ പ്രശ്നം ഉണ്ടായിരുന്ന. തീർന്നില്ലടാ, ഇവൻ ലാസ്റ്റ് മാൻ ആയിരുന്നല്ലോ അത്. ചേടാ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? അവന്മാർ 2 കഴിഞ്ഞ്. ഇപ്പം ശരിക്കും ലാസ്റ്റ് മാൻ തീർന്നു. അല്ല പിന്നെ നമ്മളോട് അവൻ്റെ കളി. അതുകൊണ്ട് വണ്ടിക്കകത്തൊക്കെ ആൾക്കാർ വരിയായിട്ട് വന്ന് ഇറങ്ങുന്നു. ഒരു സൈസ് നോക്കിയേ, ഹൾക്കിന്റെ കുഞ്ഞാടാ ഇവൻ. ബിഗ് ബോയ്. പാരി ജസ്റ്റ് ബിഫോർ എ മില്ലിയൻ ബാക്ക് ടു സ്ട്രൈക്കർ. ഓക്കെ, അവൻ അടുത്ത് വരുമ്പോൾ പാരി ഞെക്കണം. എന്താണോ? ഓക്കെ. ബ്ലോക്ക് ചെയ്തോ തിരിച്ചടിക്കുന്ന പരിപാടിയാ. സാധാരണ ആൾക്കാരൊക്കെ ഈ 2 അടി അടിക്കുമ്പോൾ തീരുന്നതാണ്. അവനത് ഇത്ര അടിച്ചിട്ട് അവനൊന്നും പറ്റിയില്ല തടിയാനാ. കൊടു.
ഇവിടെ തടിയന്റെ അടിയിൽ നോക്കിയേ. രണ്ടടി ഇടിയപ്പോ മുക്കാലുള്ള ലൈഫ് വേടാ. തീർന്ന് ഹീൽ ചെയ്തില്ല ഈ പരിപാടി കഴിഞ്ഞാന്. മാറി മാറി അടിക്കണം. ഒഴിഞ്ഞു മറിക്കോ. അവന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടിയാൽ തീർന്നു. ഒരു രക്ഷയില്ല. ഒടുക്കത്തെ പവർ അവൻ. കൊടു. ഞാനിത് ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട പിള്ളേരല്ലേ എന്ന് വിചാരിച്ച ഫൈറ്റാണ്. ഇതിപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കണം. അവന്മാരെ ഹൾക്കിന്റെ കുഞ്ഞിനെയാണ് ഇറക്കി വിട്ടേക്കുന്നത്. ഹൾക്കിന്റെ കുഞ്ഞ് മാർക്ക്. അവന്റെ അടിയിൽ പോയ ലൈഫ് പറഞ്ഞാണ്ടാ. തോറ്റ നാണക്കേടാണ്. കഴിഞ്ഞു. ലൈഫ് തീർന്നു. ഒരെണ്ണം അവിടെ കിട്ടിയാൽ ഞാൻ തീർന്നു. ഭാഗ്യത്തിൽ ഒഴിഞ്ഞു മാറി. അവന്റെ കയ്യിൽ നിന്ന് തന്നെ ഓട്ടെ. ഇത്ര പവർഫുൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സീരിയസ് ആയിട്ട് ഒരു ചാൻസ് കൂടെ ഞാൻ എടുക്കുകയാണ്. ഇതിനകത്ത് അവനെ ഞാൻ തോപ്പിച്ചിരിക്കും. എവിടെ ബാ, കമോൺ, ഐ ആം വെയിറ്റിംഗ്. ഫസ്റ്റ് തന്നെ പാരി കൊടുത്ത് അതൊക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റത്തെ അടിയൊക്കെ നടക്കുന്നുണ്ട്. വലയിട്ടിട്ട് ഒരു ഇമ്പാക്റ്റും ഇല്ല. അവൻ വലയൊക്കെ പുഷ്പം പോലെ പൊട്ടിച്ചളയ. ഇപ്പൊ വലയിട്ട് നിർത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടെ ബാക്കിൽ ഇവിടെ വലിയൊരു പണിയെടുക്കുന്ന കണ്ടില്ലടാ. എന്നാ പിടിച്ചോ, നീ വലയിട്ട് അവിടെ നില്ല. നിന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ അടിക്കുന്ന അടി ബ്ലോക്ക്. എന്റെ പൊന്നെ, രണ്ടടിക്ക് കിടത്ത് നോക്കിയ സ്പൈഡർമാൻ. രണ്ടടിക്ക് സ്പൈഡർമാനെ കൊന്നളഞ്ഞ്. അവൻ ഏത് ചെല്ലത്തെയാണ് അവ കടിച്ചത്. അമ്മാരി പവർ അവന്. ഇത് ലാസ്റ്റ് ട്രൈ. അതിനകത്ത് ഞാൻ അവനെ തൂക്കിയിരിക്കും. കമോൺ, ഫസ്റ്റ് പാരി സക്സസ്ഫുൾ. കൊടു. അതിനിടയിൽ കൂടി ഇവന്മാരെ കൂടെ തീർക്കട്ടെ. മറ എടാ, അവൻ ഫിത്തി കയറി. അത് കണ്ടാ. അവനടിച്ചില്ലെങ്കിലും ഇനി ഇവന്മാരെ തോപ്പി. എനിക്കൊന്നും അവനെ ഇറങ്ങി വരുള്ളൂ തോന്നുന്നു. കാരണം ഫിത്തി കയറിയണ്ട. അവൻ പടമായി. ഫിത്തി കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. ഭാഗ്യം. ചോട്ടകളെ ഞാൻ എങ്ങനെയല്ലേ എടുത്തോളാം. മറ്റേ വലിയവനെ എടുക്കാനായിരുന്നു പാട്. അവൻ എത്ര അടിച്ചിട്ട് അവൻ ചത്തിലിടോ. മാറിക്കോ. അവൻ പോയപ്പോൾ കണ്ട 1 ഇഞ്ച് പോലും ലൈഫ് കുറഞ്ഞിട്ടില്ല. ഭാഗ്യം. മറ്റവൻ ഫിത്തി കയറിയതോടുകൂടി 90% പണി എളുപ്പമായി. ഇവന്മാരെ ഞാനിപ്പോൾ എങ്ങനെയാണ് കിട്ടിച്ചേർത്തത്. അതൊക്കെ അത്രയ്ക്ക് ഇത്രേ ഉള്ളൂ. അയ്യോ, സ്റ്റൈൽ അടി തന്നെ കേട്ടോ. വെറൈറ്റി അടി. ഗെയിം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കഴിഞ്ഞാ വാടാ. ഇവനല്ലായിരുന്നു ഇവിടെ പ്രശ്നമുള്ളവൻ. എന്താ വരുന്നില്ലേ പുറത്തോടാ? അല്ല പിന്നെ നിനക്കെന്നെ അറിഞ്ഞൂടാ. അവൻ്റെ ഒരു ഹൾക്കിൻ്റെ കുഞ്ഞ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം see you.